നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിട്ടും പലരും പുലർത്തുന്ന നിശബ്ദത കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പഞ്ചാബിലും രാജസ്ഥാനിലും സോളാർ CCTV ക്യാമറകൾ സ്ഥാപിച്ച് നമ്മുടെ സൈനിക നീക്കങ്ങൾ പാകിസ്ഥാൻ ഏജൻറ്റുകൾക്ക് തത്സമയം ചോർത്തിക്കൊടുത്ത 11 അംഗ ചാരശൃംഖലയെ ഡൽഹി പോലീസ് പിടികൂടിയിരിക്കുന്നു. എന്താണ് ഇവർ ചെയ്തത് എന്ന് നമ്മൾ കൃത്യമായി അറിയണം. പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ രാജ്യസ്നേഹം ലേലം വിളിക്കുന്നവർ മറ്റുള്ളവരെ കമൻറ്റ് ബോക്സിൽ വന്ന് രാജ്യസ്നേഹം പഠിപ്പിക്കുകയും പാകിസ്ഥാനിലേക്ക് പോയെന്ന് ആക്രോശിക്കുകയും ചെയ്യുന്ന BJP RSS സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ വാർത്ത കണ്ടില്ലെന്ന് നടിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ചാരന്മാരെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ ആർക്കും ആവശ്യമില്ലാത്തത്? അതിൻ്റെ കാരണം അറിയണമെങ്കിൽ പിടിയിലായവരുടെ പേരുകളും അവരുടെ പശ്ചാത്തലവും ഒന്ന് നോക്കിയാൽ മതി. മൻപ്രീത് സിംഗ്, അൻമോൾ, സാഹിൽ, അതുൽ രാത്തി, രോഹിത്, അജയ്, ഗുർജീത് സിംഗ്, റിംബിൾദീപ് സിംഗ്, സൽവീന്ദർ സിംഗ്, ഹർപ്രീത് സിംഗ്, ബൂട്ടാ സിംഗ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ അരുൺ രാത്തിയും രോഹിത്തും വെറും ചാരന്മാരല്ല, വിദേശത്ത് നിന്നടക്കം ഉന്നത വിദ്യാഭ്യാസം നേടിയ MBA ബിരുദധാരികളാണ്. പഠിച്ച വിദ്യ അവർ ഉപയോഗിച്ചത് സ്വന്തം രാജ്യത്ത് ഒറ്റിക്കൊടുക്കാനാണ്. UPI വഴി വാങ്ങിയ ഏതാനും ആയിരങ്ങൾക്ക് വേണ്ടിയാണ് അവർ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ പണയപ്പെടുത്തിയത്. വെറുതെ ദൃശ്യങ്ങൾ പകർത്തിയതല്ല ഇവർ ചെയ്തത്. സൈനിക താവളങ്ങൾക്കും അതിർത്തി രക്ഷാ സേനയുടെ അതായത് BSF കേന്ദ്രങ്ങൾക്കും സമീപമുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഇവർ സോളാർ പാനലുകൾ ഘടിപ്പിച്ച അത്യാധുനിക CCTV ക്യാമറകൾ സ്ഥാപിച്ചു. സോളാർ ആയതുകൊണ്ട് തന്നെ വൈദ്യുതി തടസ്സമില്ലാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ 24 മണിക്കൂറും ഈ ക്യാമറകൾ പ്രവർത്തിക്കും. സിം കാർഡുകൾ വഴി ഈ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പാകിസ്ഥാനിലെ ISI ഹാൻഡ്ലർമാർക്ക് തത്സമയം ഇവർ എത്തിച്ചു കൊടുത്തു, ലൈവായിട്ട്. നമ്മുടെ സൈനിക വാഹനങ്ങൾ എപ്പോൾ നീങ്ങുന്നു, എവിടെ ക്യാമ്പ് ചെയ്യുന്നു എന്നതടക്കമുള്ള അതീവ രഹസ്യ വിവരങ്ങളാണ് ഇവർ പാകിസ്ഥാന് ചോർത്തിയത്. ഇവരുടെ ഈ പേരുകൾ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് ചേരുന്നതല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും പല പ്രമുഖ സോഷ്യൽ മീഡിയ ദേശഭക്തരും ഇപ്പോൾ മൗനവ്രതത്തിലാകുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, തീവ്രവാദത്തിന് ജാതിയോ മതമോ വിദ്യാഭ്യാസ യോഗ്യതയോ ഇല്ല. രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നതിന് ഒരൊറ്റ പേരേ ഉള്ളൂ, അവൻ രാജ്യദ്രോഹിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവർ ആര് തന്നെയായാലും അവരെ നമ്മൾ ഒരുമിച്ച് നേരിടണം. സ്വന്തം രാഷ്ട്രീയത്തിന് ഗുണമുള്ള പേരുകാരോ മതക്കാരോ വരുമ്പോൾ മാത്രം രാജ്യസ്നേഹം വിളമ്പുകയും പ്രതിസ്ഥാനത്ത് സ്വന്തം രാഷ്ട്രീയത്തിന് ചേരുന്നവരല്ലാത്തവർ വരുമ്പോൾ മൗനം പാലിക്കുകയും ചെയ്യുന്ന കപട രാജ്യസ്നേഹികളെ ജനം തിരിച്ചറിയുക തന്നെ വേണം. നമ്മുടെ സൈനിക സുരക്ഷയേക്കാൾ വലുതല്ല ആരുടെയും രാഷ്ട്രീയം. ജയ് ഹിന്ദ്.